കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ നട തുറന്നു കേട്ടോ. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പനെ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ദശാവതാരത്തിലെ ആദ്യത്തെ അവതാര മത്സ്യാവതാര മൂർത്തിയായിട്ട് ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നത്. അരയ്ക്ക് കീഴ്പ്പെട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിലും അരയ്ക്ക് മേപ്പെട്ട് മഹാപ്രഭുവിൻ്റെ രൂപത്തിലാണ് ചാർത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരയ്ക്കയുടെ മത്സ്യത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞും കൊണ്ട് ഇങ്ങനെ വാരൊക്കെ വളച്ച് ഇങ്ങനെ ഇളക്കിയും കൊണ്ടാണ് ഇരിക്കുന്നത് മത്സ്യരൂപം. അരയ്ക്ക് മേപ്പെട്ട് മഹാപ്രഭുവിൻ്റെ രൂപത്തിൽ കഴുത്തിൽ അരയിൽ കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ മുല്ലമുട്ട് മാല ചാർത്തിയിട്ടുണ്ട്. മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. ആഭരണ വിഭൂഷിതനായിട്ടാണ് മത്സ്യാവതാരമൂർത്തി ശ്രീലകത്ത് നിൽക്കുന്നത്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. 4 കൈകളോടുകൂടി ചതുർബാഹുവായിട്ടാണ് മത്സ്യാവതാരമൂർത്തി നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ശംഖുചക്ര ഗതാപത്മത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ശംഖും ചക്രം സ്വർണ്ണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഗത ചന്ദനം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത്. പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖുചക്ര ഗതാപത്മത്തോടു കൂടി മത്സ്യാവതാരമൂർത്തിയായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നുഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമേൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോട് കൂടിയിട്ട് ഏത് സമയത്തും സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്നുള്ളൊരു ഭാവത്തോട് കൂടിയിട്ടാണ് മത്സ്യാവതാരമൂർത്തി ശ്രീലകത്ത് നിൽക്കുന്നത്. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മുകളിൽ അതാ വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ട് തിരുമുടിമാല, പിന്നെ വെളുത്ത പൂവ് മാത്രമായിട്ട് തിരുമുടിമാല. കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ, താമര, തുളസി, തെച്ചി അങ്ങനെയായിട്ടൊന്ന്. മറ്റേ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ താമരയും തുളസിയും മാത്രമായിട്ടൊന്ന്. അങ്ങനെ 2 ഉണ്ടമാലകളും 2 തിരുമുടിമാലകളും ചാർത്തിരിക്കണം. അങ്ങനെ നല്ല ഭംഗിയായിട്ട് മത്സ്യാവതാരമൂർത്തിയായിട്ട് നിൽക്കുകയാണ്. നല്ല കൗതുകമുണ്ട്. ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചി, തുളസി, വെളുത്ത പൂവായിട്ടൊരു ഉണ്ടമാല വിധാനമായിട്ട് ചാർത്തിയാട്ടോ പറയണത്. പിന്നെ താമരയും തുളസിയായിട്ടൊരു ഉണ്ടമാല, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടൊരു ഉണ്ടമാല, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട 2 തുളസിപ്പൂണ്ട് ഉള്ള 2 ഉണ്ടമാലകൾ. 5 ഉണ്ടമാലകളാണ് വിധാനമായിട്ട് ചാർത്തി. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ പൊന്നു ഗുരുവായൂരപ്പൻ മത്സ്യാവതാരമൂർത്തിയായിട്ട് ശ്രീലകത്ത് നല്ല മന്ദഹാസത്തോടുകൂടി അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഭക്തന്മാരെ വീണ് നമസ്കരിച്ചോളൂ. തൃപ്പാദത്തിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ചാൽ മത്സ്യാവതാരമൂർത്തിയുടെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ മത്സ്യാവതാരമൂർത്തിയുടെ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ പാദം പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക്. പൊന്നു ഗുരുവായൂരപ്പൻ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ജപിക്കല്ലേ നാമം. നാരായണ 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 ഹരേ ഹരേ.